ദേ ഉത്രാളിക്കാവ് എത്തി കേട്ടോ. ഈ ചിത്രം കാണുന്ന ഏതൊരു പൂരപ്രേമിക്കും ആദ്യം മനസ്സിൽ തോന്നുന്ന വാചകം അതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ വർഷവും ഉത്രാളിക്കാവ് പൂരം കാണാനെത്തി. ഈ കാണുന്ന ഈ പ്രദേശമൊക്കെ വൈകുന്നേരം ഒരു 2:30 മുതൽ ജനനിബിഡമായിരിക്കും കേട്ടോ. വെടിക്കെട്ട് കാണാനും 33 ആനകളെ അണിനിരത്തിയുള്ള കൂട്ടെഴുന്നള്ളിപ്പ് കാണാനൊക്കെ ആയിട്ട് ജനങ്ങൾ ഒഴുകി എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ ഷൊർണൂർ റൂട്ടിൽ വടക്കാഞ്ചേരി കഴിഞ്ഞ് അകമല എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കുംഭമാസത്തിലെ 2-ാം ചൊവ്വാഴ്ച കൊടികേറി അടുത്ത ചൊവ്വാഴ്ച പൂരം എന്നാണ് കേട്ടോ ഇവിടുത്തെ കണക്ക്. 4 വശവും ഉയർന്ന കുന്നുകളാൽ രൂപപ്പെട്ട് നടുഭാഗത്തായി നിരപ്പാർന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിന് അകമല എന്ന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. തലപ്പിള്ളി എന്നറിയപ്പെട്ടിരുന്ന ഈ ദേശത്ത് കേളത്തച്ഛൻ എന്ന ഒരു നാടുവാഴി ഉണ്ടായിരുന്നു. ജനങ്ങളോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയിരുന്ന അദ്ദേഹം തൻ്റെ പാടശേഖരം കാണാൻ ഈ അകമലയിൽ എത്തുകയും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓലക്കുടയിൽ നിന്നും താഴെ വീണ ദേവിയുടെ ചൈതന്യമാണ് ഇവിടുത്തെ ഉത്രാളിക്കാവ് ഭഗവതി എന്നാണ് പറയുന്നത്. അത് കൊല്ലൂർ മൂകാംബികയുടെ ചൈതന്യമായിരുന്നു എന്നും പറയപ്പെടുന്നു. അത് പിന്നീട് വളരെ കാലം ആ പാടശേഖരത്തിൽ ആണ്ടുപോയി കിടന്നു. പാടം കൊയ്യാൻ വന്ന രുതിര എന്ന സ്ത്രീ അരിവാളിന് മൂർച്ച കൂട്ടുന്നതിനായി ഈ കല്ലെടുക്കുകയും അതിൽ അരിവാൾ മൂർച്ച കൂട്ടിയപ്പോൾ അതിൽ നിന്നും രക്തം വരികയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അവർ ബഹളം വെച്ച് ആളെ കൂട്ടി. അങ്ങനെ എത്തിയവർ പ്രശ്നം വെച്ച് അതിനകത്ത് ദേവിയുടെ ചൈതന്യം കണ്ട് അവിടെ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ആദി പരാശക്തിയായ ശ്രീ പാർവതിയുടെ കാളി അവതാരങ്ങളിൽ കറുത്ത രൂപമാണ് ഇതെന്നാണ് കേട്ടോ പഴമക്കാർ പറയുന്നത്. ഉത്സവവും ആനയും കെട്ടുകാഴ്ചയും ഇന്ത്യൻ റെയിൽവേയും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ വരുന്നത് വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. തൊട്ടടുത്ത പറമ്പിലൊക്കെ ആനകളുടെ ബഹളമാണ്. കാട്ടാനകളാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലെ ആനകളാണ്. 33 ആനകളാണ് കേട്ടോ ഈ ഉത്സവത്തിന് അണിനിരക്കുന്നത്. ഈ കാവിന് ഉത്രാളിക്കാവ് എന്നും രുദ്ര മഹാകാളിക്കാവ് എന്നും 2 പേരുണ്ട് കേട്ടോ. അതിന് പഴമക്കാർ പറയുന്നത് രുദ്ര എന്ന സ്ത്രീ കൊയ്ത്തിനിടയ്ക്ക് അരിവാളിന് മൂർച്ച കൂട്ടിയപ്പോൾ കണ്ടുപിടിച്ചതുകൊണ്ട് രുദ്രമഹാകാളിക്കാവ് ആയതാണെന്നും, എന്നാൽ ദാരികനെ കൊന്ന് രക്തം കുടിച്ചതുകൊണ്ട് രക്തം എന്നർത്ഥം വരുന്നതുകൊണ്ട് രുദ്രമഹാകാളിക്കാവ് എന്ന് പറയുന്നതാണെന്നും പറയപ്പെടുന്നു. തൃശ്ശൂർ പൂരത്തിലെ ഇലഞ്ഞിത്രമേളവും മടത്തിൽ വരവും പോലെ പ്രസിദ്ധമാണ് കേട്ടോ ഉത്രാളിക്കാവിലെ നടപ്പുര പഞ്ചവാദ്യം. പ്രശസ്തരായ വാദ്യമേളക്കാരും 11 ആനകൾ അണിനിരുന്ന് എഴുന്നള്ളുത്തും എല്ലാം കൂടെ പൂരപ്രേമികളെ ആവേശത്തിൽ ആറാടിക്കും. യാതൊരുവിധ സംശയങ്ങളുമില്ല. പങ്കെടുത്തിട്ടുള്ളവർ അറിയാതെ തുള്ളിപ്പോകൂട്ടോ. വടക്കഞ്ചേരി, കുമരനെല്ലൂർ, എങ്കക്കാട് അങ്ങനെ 3 ദേശക്കാരാണ് കേട്ടോ ഈ ഉത്സവത്തിൻ്റെ നടത്തിപ്പ്. എല്ലാ ഭാഗത്തു നിന്നും 11 ആനകൾ വീതം പങ്കെടുത്ത് 33 ആനകളുടെ കൂട്ടിയെഴുന്നള്ളുത്തുണ്ട് കേട്ടോ. അതൊരു കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് തൃശ്ശൂർ പൂരത്തിന് പോലും അത്രയും മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ കാണുന്നത് അവിടുത്തെ കുഴൽക്കിണറല്ല കേട്ടോ. വൈകുന്നേരത്തെ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം ഉയരത്തിൽ മുകളിലേക്ക് വന്ന് നല്ല ശബ്ദത്തോടു കൂടി പൊട്ടുന്ന ഡൈനമിറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. അതിനുള്ള ഒരുക്കങ്ങളാണ്. അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർ ആണെങ്കിൽ ഒരു കാരണവശാലും ഈ റെയിൽ പാളത്തിലേക്ക് കയറി നിൽക്കുകയോ അത് കാണാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം 1982 8 പേരാണ് ഇവിടെ റെയിൽ പാളത്തിൽ കയറിയെന്ന് വെടിക്കെട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ മരണമടഞ്ഞത്. പിന്നീട് 2017 3 പേര്. അത് നമ്മളുടെ പ്രദേശവാസികൾ തന്നെയാണ്. ആയിരക്കണക്കിന് കച്ചവടക്കാരാണ് കേട്ടോ പൂരസമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ പൂരം കാണാത്തവർ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇത് വന്ന് കൂടണേ.